നിങ്ങളും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ എത്ര കൃത്യമായിട്ടാണ് കുട്ടിയുടെ പഠനം നോക്കുന്നത്. കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയും പൊന്നു പോലെ നോക്കിയിട്ടും ചില കുഞ്ഞുങ്ങൾക്ക് പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അവർ മൊബൈലിന്റെ പിന്നിലായിരിക്കും, വേണ്ട പോലെ പഠിക്കുന്നില്ല, നോട്ട് എഴുതി എടുക്കുന്നില്ല. ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് വീടുകളിൽ ചർച്ചയുണ്ടാവും. വീടുകളിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം എന്റെ ഒരു ബന്ധു എന്നോട് പറഞ്ഞു, അവര് ചെന്ന സ്ഥലത്ത് എല്ലാവരും സംസാരിക്കുന്നത് കുട്ടിയുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയെക്കുറിച്ചാണ്. ഈ കുട്ടി 10ാം ക്ലാസ്സിലാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കല്യാണ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്ന കുട്ടിക്ക് രാത്രിയായപ്പോൾ ഉത്കണ്ഠയായി. അയ്യോ, ഞാൻ 10ാം ക്ലാസ്സിലാണ്, എന്റെ പരീക്ഷ ഞാൻ എങ്ങനെ എഴുതും? അത്രയും ദിവസം ഈ ഭയം ഇല്ലാതിരുന്ന കുട്ടിക്ക് ഒരു കല്യാണത്തിന് പോയി സന്തോഷിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോ ഭയമായി. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന്? പലപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഒരു കാര്യത്തെ പ്രശ്നമല്ല എന്ന് കരുതിയിരുന്ന വ്യക്തി പോലും അതിനുള്ളിലെ പ്രശ്നങ്ങളെ കണ്ടെത്താൻ തുടങ്ങും. അത് കുഞ്ഞുങ്ങളുടെ പഠനത്തെ ബാധിക്കും. ടെൻഷനോടെ ഇരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സമാധാനമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാനൊന്നും പറ്റില്ല. നിങ്ങൾക്കും അങ്ങനല്ലേ? ഓഫീസിലെ ഒരു കാര്യം പറഞ്ഞു, അത് നടക്കുകയില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് പിന്നെ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാനാവില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ പരീക്ഷയെക്കുറിച്ചോ അവരുടെ ജോലിയെക്കുറിച്ചോ വിജയത്തെക്കുറിച്ചോ ഒക്കെ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുക. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷ, അല്ലെങ്കിൽ +1ന്റെ പരീക്ഷ, +2ന്റെ പരീക്ഷ എന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാതെ ഇരിക്കുക. പലപ്പോഴും പല അമ്മമാരും വിളിച്ചിട്ട്, എന്തിന് 1ലും 2ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പോലും അമ്മമാര് വിളിച്ചിട്ട് പരീക്ഷയെ ഭയക്കുന്നതായിട്ട് പറയും. നമുക്ക് ഈ ഒരു പരീക്ഷയേ ഉള്ളൂ. ജീവിതം എന്ന് പറഞ്ഞ ഒരു പരീക്ഷ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്ന നിമിഷം വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഒരു റോഡ് പോലെ. ഇതില് ഗതാഗത കുരുക്കുകളും ഉണ്ടാവാം, സുഗമമായ യാത്രയും ഉണ്ടാവാം, വഴിയിൽ മണ്ണിടിച്ചിലും ഉണ്ടാവാം, മഴയും ഉണ്ടാവാം, എന്തും ഉണ്ടാവാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളുടെ ഈ ജീവിതത്തില് നമുക്ക് പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇത് ജീവിതമാണ്. പ്രതിസന്ധി ഇല്ലാതാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഏത് പ്രതിസന്ധി വന്നാലും അതിനുള്ളിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ട് ആ പ്രശ്നം പിന്നീട് ആവർത്തിക്കാതെ വിജയിച്ചു പോകുവാനുള്ള ഒരു രീതി നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവര് വിജയിക്കും, പറ്റാത്തവര് വീണ്ടും കരഞ്ഞു വിളിച്ചിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരാണോ? എന്റെ അഭിപ്രായത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും അങ്ങനെ ഇരിക്കേണ്ടതല്ല. കാരണം ഓരോരുത്തരും യുണീക്കാണ്. അവരിവിടെ ഒരുപാട് കഴിവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവർക്ക് വേണ്ടത്ര അവരുടെ ഉള്ളിൽ നിന്നുള്ള എഫേർട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ഫീൽഡിൽ വിജയിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞിന് 3 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കും. LKGയിൽ പഠിക്കുന്ന കുട്ടി ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വേണമെങ്കിൽ കുട്ടിക്കിട്ട് 2 അടി കൊടുത്തിട്ടാണെങ്കിലും ഹോംവർക്ക് ചെയ്യിപ്പിക്കും. കാണുന്നുണ്ടങ്ങനെ. അവരോട് ഞാൻ പറയും, കുഞ്ഞിനെ തല്ലരുതേ എന്ന്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, തല്ലാതെ എങ്ങനെ കുട്ടി എഴുതും? അങ്ങനെ എഴുതാം കേട്ടോ. ഞാൻ ചെയ്യാറുള്ളത് ദേ ഇതുപോലൊരു മണ്ഡല പഠനത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞിന് കൊടുക്കും. ആ കുഞ്ഞിന്റെ ടേസ്റ്റ് അനുസരിച്ച്
കുഞ്ഞത് ആഘോഷമായിട്ട് വരയ്ക്കും, ഒരു പാട്ടുമൊക്കെ ഇട്ട്. ഒരു ദിവസം രാത്രിയിൽ ഒരു കുഞ്ഞെന്നോട് പറയുക, അവന് 7 വയസ്സാ പ്രായം, 7 വയസ്സിന്റെ പിറന്നാളായിട്ടില്ല. എന്റെ ടീച്ചറെ, ഈ അമ്മ എന്നെ ഒന്ന് മണ്ഡല വരയ്ക്കാനും സമ്മതിക്കില്ല. 5 വാക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, മണ്ഡല വരച്ചിട്ട് മോൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ കിടന്നോ, എന്നിട്ട് രാവിലെ നമുക്ക് എഴുതാം. കുഞ്ഞിനെന്ത് സന്തോഷമായെന്നറിയുവോ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ ഇരുത്തിക്കൊണ്ട് അവരെ ഫോക്കസിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാല്, ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ജോലി ചെയ്ത് മടുക്കും. ജോലി ചെയ്ത് മടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തോട് തന്നെ ഒരു മരവിപ്പായിരിക്കും. നമ്മുടെ ഈ തലമുറയിലുള്ളവർക്കൊക്കെ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്റെ താഴെയുള്ളവർക്കൊക്കെ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം മടുപ്പ, സങ്കടവ എല്ലാം പറയുന്നുണ്ട് എല്ലാവരും. ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഇതിൽ നിന്ന് നിങ്ങൾ എടുത്ത ഒരാശയം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുവോ? നമ്മൾക്ക് ഒരുപാട് നോളജ് കിട്ടും ചുറ്റും നിന്നും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നോളജ് മാത്രം ഒരു ദിവസം എടുക്കുക, എന്നിട്ട് അതില് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നേടാൻ. നമ്മളെ ഇതാരെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് പഠിക്കാം, കൂടുതൽ പഠിക്കാം. എങ്ങനെ നമ്മളുടെ മനസ്സിനെ ഒരു ഗോളിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇത് തന്നെ ആവട്ടെ നമ്മുടെ കുഞ്ഞുങ്ങള് പഠിച്ചു വരേണ്ടതും. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു.